നമ്മൾ നമ്മുടെ മനസ്സിനെ ഒന്ന് എന്താ പറയുക, നമ്മുടെ മനസ്സിനെ നമുക്കൊന്ന് കാണുകയെങ്കിലും ചെയ്യാം. ജസ്റ്റ് ഒന്ന് കാണുകയെങ്കിലും ചെയ്യാം. എല്ലാവരും നേരെ വീഡിയോ ഓൺ ചെയ്ത് ഓഡിയോ ഓഫ് ചെയ്ത് നേരെ മൊബൈലിൻ്റെ മുമ്പിലിരിക്കുക, കാണുന്ന രീതിയിൽ. കണ്ണുകൾ അടഞ്ഞിരിക്കട്ടെ. നമുക്കറിയില്ല, നമുക്ക് മനസ്സെന്നൊരു നമ്മുടെ തന്നെ സൃഷ്ടി നമ്മുടെ ഉള്ളിലുണ്ട് എന്നറിയാം. എങ്കിലും നമുക്കതിനെ ഒന്ന് കണ്ടുപിടിച്ചൊന്ന് എവിടെയെങ്കിലും കൊണ്ട് ഇരുത്താൻ നോക്കാം. ദീർഘമായി ശ്വാസം എടുക്കാം. ശ്വാസം സാവധാനം പുറത്തേക്ക് വിടാം. ശ്വാസത്തിനെ നമുക്കൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ്. ഒന്നുകൂടി ശ്വാസം ദീർഘമായി എടുക്കാം. വളരെ സാവധാനം ശ്വാസം പുറത്തേക്ക് വിടാം. മൂന്നാമതൊരു ശ്വാസം കൂടി എടുക്കാം. വളരെ സാവധാനം ശ്വാസം പുറത്ത്. കണ്ണടയെല്ലാം ഊരി വെച്ചോ. വളരെ ഫ്രീ ആയിട്ടിരിക്കുക. ശരീരം വളരെ സ്വാതന്ത്ര്യമായിട്ട്, കാലുകൾ ശ്രദ്ധിക്കുക. നമ്മുടെ ശരീരത്തിൽ നിന്നുള്ള ശ്രദ്ധ വിട്ടാലേ നമുക്ക് ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ. വളരെ സാവധാനം നമ്മുടെ കാലുകൾ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മളുടെ വിരലുകൾ മുതൽ, വലതുകാലിൻ്റെ വിരൽ മുതൽ മുകളിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരിക. നമ്മൾ ശ്രദ്ധിക്കുന്നിടത്തെല്ലാം സമാധാനത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ശ്രദ്ധ നമ്മുടെ ശരീരഭാഗങ്ങളിൽ കൊടുക്കാൻ എപ്പോഴും ശ്രമിക്കുക. വലതുകാലിൻ്റെ കാൽപ്പത്തി മുകളിലേക്ക്, മുട്ടിന് താഴെയുള്ള ഭാഗം, മുട്ടിന് മുകളിലേക്ക് നമ്മുടെ ജോയിൻസ് വരെയും ആ കാല് മുഴുവൻ റിലാക്സ്ഡ് ആക്കുക. പതിയെ നമ്മുടെ ശ്രദ്ധ ഇടതുകാലിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ നിങ്ങൾക്ക് ആ വ്യത്യാസം മനസ്സിലാവും. വലതുകാൽ വളരെ റിലാക്സ്ഡ് ആയിരിക്കുന്നു, ഇടതുകാലിൽ വളരെയധികം ഒരു ബലം വരുന്നതായിട്ട് കാണാം. സാവധാനം നമ്മുടെ ശ്രദ്ധ നമ്മുടെ അടിവയറ്, നെഞ്ച് ആ ഭാഗത്തേക്ക് കൊണ്ടുവരാം. അവിടെ ഇരുന്നുകൊണ്ട് നമ്മുടെ കാലുകൾ ശ്രദ്ധിക്കുക. നമ്മൾ ശ്രദ്ധിക്കുന്ന സ്ഥലം റിലാക്സ്ഡ് ആയിരിക്കുന്നത് കാണാം. വളരെ സമാധാനത്തിലിരിക്കുക. മുഴുവൻ ശ്രദ്ധയും നമ്മുടെ ഹൃദയഭാഗത്ത് കൊടുത്തുകൊണ്ടിരിക്കാം. ഹൃദയഭാഗത്തിരുന്നുകൊണ്ട് ചുറ്റുമുള്ള ശരീരഭാഗം ശ്രദ്ധിക്കുക. നമ്മുടെ വയറ്, കഴുത്തിൻ്റെ ഭാഗം, രണ്ട് കൈകളിലേക്കും ശ്രദ്ധിക്കുക. ഹൃദയഭാഗത്ത് നമ്മൾ വളരെ റിലാക്സ്ഡ് ആയിട്ട്, നമ്മളിപ്പോൾ ഇരിക്കുന്നത് നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലാണ്. എന്നിട്ട് ശരീരം മുഴുവൻ ചുറ്റും നമ്മൾ വീക്ഷിക്കുക. കാലുകൾ വരെ പോവുക. കൈകളിൻ്റെ അറ്റം, ഓരോ കൈയും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് തുടങ്ങി നമ്മൾ വലത് ഷോൾഡറിലൂടെ, കൈയിലൂടെ നമ്മുടെ വിരലുകൾ വരെ പോവുക. നമ്മുടെ വിരലുകളുടെ അറ്റത്തെല്ലാം നമുക്കൊരു വൈബ്രേഷൻ കിട്ടും. അപ്പോൾ അതുപോലെ തന്നെ മറ്റേ കൈയിലേക്കും പോവുക. നമ്മളിങ്ങനെ അവിടെ രാജ്ഞിയായിട്ടിരുന്ന് നമ്മുടെ രാജ്യം നോക്കുന്ന പോലെ നമ്മുടെ ശരീരം മുഴുവൻ ശ്രദ്ധിക്കുക.
എവിടെയൊക്കെയാണ് തടസ്സങ്ങൾ, എവിടെയൊക്കെയാണ് നമ്മൾ ആവശ്യമില്ലാത്ത അസുരന്മാരെ വെച്ചേക്കുന്നതെന്ന് നോക്കുക. അതിനെയെല്ലാം നമ്മുടെ ശ്വാസത്തിലൂടെ എടുത്തു കളയുക. ശ്രദ്ധ പതിയെ മുകളിലേക്ക് കൊണ്ടുവരാം. നമ്മുടെ മുഖവും നെറ്റി, തലയുടെ ഉൾഭാഗവും എല്ലാം ശ്രദ്ധിക്കുക. ഓരോ ശ്വാസവും ഇതിനിടയിൽ വളരെ താളാത്മകമായിട്ട് നമ്മുടെ ശരീരത്തിലെല്ലാം പ്രകാശം പരത്തി ശ്വാസമുള്ളിലേക്ക് വരികയും പുറത്തേക്ക് പോവുകയും ചെയ്യുന്നുണ്ട്. സാവധാനം നമ്മുടെ അടുത്ത ശ്വാസത്തിൻ്റെ ഉള്ളിൽ നമ്മുടെ ശരീരം മുഴുവൻ സമാധാനത്തിലേക്ക് പോയി. ഇനി അടുത്തതായിട്ട് നമ്മുടെ സൂക്ഷ്മ ശരീരം, നമ്മുടെ മനസ്സ് ഒന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ശ്വാസത്തിൻ്റെ ഉള്ളിലേക്ക് ആ മനസ്സിനെ ഒന്ന് ഫിക്സ് ചെയ്യുക. നമ്മുടെ ശ്രദ്ധ നമ്മുടെ ശ്വാസത്തിൻ്റെ ഉള്ളിൽ വയ്ക്കുക. ഇൻഹേൽ ചെയ്യുമ്പോൾ നമ്മൾക്ക് ശരീരത്തിൻ്റെ താഴെ ഭാഗത്തു നിന്ന് ശ്വാസം ആ മനസ്സിനെ വഹിച്ചുകൊണ്ട് മുകളിലേക്ക് വരട്ടെ. നമ്മുടെ തലയോട്ടിയുടെ ഉള്ളിൽ കൊണ്ടുവന്നിട്ട് മനസ്സിനെ അവിടെ നമ്മൾ ഫിക്സ് ചെയ്യുക. നമ്മുടെ തലയോട്ടിയുടെ ഉള്ളിൽ നമ്മൾ ആ രൂപമില്ലാത്ത ആ കാമദേവനെ നമ്മൾ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ശ്വാസം സാവധാനം താഴേക്ക് പോട്ടെ, മനസ്സ് അവിടെ ഇരിക്കട്ടെ. ഓരോ ശ്വാസം താഴേന്ന് മുകളിലേക്ക് ചെല്ലുമ്പോഴും ആ മനസ്സിൻ്റെ ഉള്ളിലുള്ള എല്ലാ ഇമ്പ്യൂരിറ്റീസും നമ്മൾ ആ എക്സലേഷനൊപ്പം എടുത്തുകൊണ്ട് പോരുന്നുണ്ടെന്ന് വിചാരിക്കുക. അടുത്ത ശ്വാസം സാധാരണ ശ്വാസം. അവിടെ ശ്വാസം വലിച്ചൊന്നും വിടണ്ട. നിങ്ങളുടെ സാധാരണ ശ്വാസം പോകുന്നതിൻ്റെ പുറകെ പോവുക. മുകളിൽ നമ്മുടെ തലയുടെ ഏറ്റവും മുകളിൽ ഇരിക്കുന്ന മനസ്സിനെ നമ്മളൊന്ന് കൊണ്ടുപോയി ഒന്ന് കഴുകുക ആ ശ്വാസം കൊണ്ട്. എന്നിട്ട് ശ്വാസം താഴേക്ക് പോരട്ടെ. ഓരോ പ്രാവശ്യം അടുത്ത ശ്വാസം മുകളിലേക്ക് വരട്ടെ. ഓരോ ശ്വാസം മുകളിലേക്ക് വരുന്തോറും ആ മനസ്സും മനസ്സിൻ്റെ ഉള്ളിലിരിക്കുന്ന ആ സ്മരണുമെല്ലാം ചെറുതായി ചെറുതായി വരുന്നത് നമുക്ക് കാണാം. നമ്മുടെ ചിന്തകൾ കുറയുന്നത് കാണാം. നമ്മുടെ തലയുടെ ഉള്ളിൽ വളരെയധികം പ്രകാശം വരുന്നത് കാണാം. ശ്വാസം താഴേക്ക് പോരട്ടെ. അടുത്ത ശ്വാസം മുകളിലേക്ക് വരുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. സാവധാനം സെയിം തന്നെ താഴേക്ക് പോരുമ്പോൾ മുകളിൽ നിന്ന് കിട്ടിയ ആ പ്രകാശം നമ്മുടെ ശരീരത്തിലെല്ലാം പടർത്തി താഴേക്ക് വരട്ടെ. എല്ലാ അഴുക്കുകളും പോവുകയാണ്. ഓരോ പ്രാവശ്യം ശ്വാസം മുകളിലേക്ക് പോകുമ്പോഴും നമ്മൾ കൊണ്ടുപോയി വെച്ച ആ വലിയ ഭാരമുള്ള മനസ്സിനെ വളരെ ചെറുതായി ചെറുതായി സിമ്പിളായി അലിഞ്ഞലിഞ്ഞു പോകുന്നത് നമുക്ക് കാണാം. അപ്പം നമുക്ക് പിന്നീട് ശ്വാസത്തിനെ വളരെയധികം നമ്മൾ സ്നേഹിച്ചു തുടങ്ങും. ഓരോ ശ്വാസം പോകുമ്പോഴും നമ്മളതിനെ എൻജോയ് ചെയ്ത് തുടങ്ങും. ശ്വാസം താഴേക്ക് വരുമ്പോൾ നമ്മുടെ ശരീരത്തിന് വീണ്ടും കനമില്ലാണ്ടാവും. ശ്വാസം അടുത്തത് മുകളിലേക്ക് പോകുമ്പോൾ ആ തലയുടെ ഉള്ളിലിരിക്കുന്ന ആ മനസ്സിനെ നമ്മളിനി കാണാൻ പറ്റില്ല. നമ്മുടെ ശരീരം മനസ്സ് ശുദ്ധമായി അവിടെ ഒരഴുക്കും ഇല്ലാണ്ട് ഒരു പുനരാരംഭിക്കാൻ പറ്റുന്ന പുതിയ നല്ല ചിന്തകൾ മാത്രം കൊണ്ടുവരാൻ പറ്റുന്ന മനസ്സും ഒരു കളങ്കവും ഇല്ലാത്ത ശരീരവുമായിട്ട് നമ്മളിരിക്കണം നമുക്ക് കാണാം. അടുത്ത ശ്വാസം മുകളിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ഹൃദയഭാഗത്തൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. അവിടെ നിങ്ങളാണോ അല്ലെങ്കിൽ ലളിതാംബികയാണോ ഇരിക്കുന്നതെന്ന്. ഒരു പക്ഷേ അവിടെ ഇരിക്കുന്ന ദേവിയുടെ മുഖം നിങ്ങളുടേതാവാം. വളരെ സന്തോഷത്തോടു കൂടി ശരീരത്തിലെ എല്ലാ അഴുക്കുകളും പോയി മനസ്സിലും ശരീരത്തിലുള്ള എല്ലാ അസുരന്മാരെയും നിഗ്രഹിച്ചിരിക്കുന്ന ലളിതാംബികയെ കാണുക. ഒന്നുകൂടി ചെക്ക് ചെയ്യുക. എന്തെങ്കിലും അഴുക്കുകൾ അസുരന്മാരുടെ ഭാവത്തിൽ
നമ്മുടെ ശരീരത്തിലോ മനസ്സിലോ ഉണ്ടെങ്കിൽ അതെല്ലാം പോകട്ടെ. നമ്മുടെ പ്രാണനായി നമ്മുടെ അമ്മയെ നമുക്ക് കാണാം. നമ്മുടെ ഹൃദയം കൂടുതൽ കൂടുതൽ സ്നേഹത്തിൽ തുറന്നു വരുന്നത് കാണാം. എല്ലാത്തിനും അമ്മയോട് നന്ദിയോടെ ഇരിക്കാം. നമുക്ക് ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കുക. പുറത്തേക്ക് വിടുമ്പോൾ ഹൃദയഭാഗത്ത് ശ്രദ്ധിച്ചുകൊണ്ട് ഓം ശ്രീ മഹാദേവി നമഃ ഉറക്കെ പറയുക. ഒന്നുകൂടി ശ്വാസം ഉള്ളിലേക്ക് എടുക്കാം. ഓം ശ്രീ മഹാദേവി നമഃ. ഒന്നുകൂടി നമ്മൾ വളരെ സ്നേഹത്തോടുകൂടി സന്തോഷത്തോടുകൂടി ഒരുപാട് സ്നേഹത്തോടുകൂടി അമ്മയുടെ കാലിൽ ഇരുന്നിട്ട് അമ്മയെ വിളിക്കാം. ശ്വാസം ഉള്ളിലേക്ക് എടുക്കാം. ഓം ശ്രീ മഹാദേവി നമഃ. സാധാരണ ശ്വാസം വളരെ നമ്മുടെ ശരീരത്തിലും മനസ്സിലും വന്നിരിക്കുന്ന വ്യത്യാസങ്ങൾ നോക്കുക. നമ്മൾ തീരുമാനിക്കുക ഇനി അങ്ങോട്ട് ഒരഴുക്കുകളും എൻ്റെ ഉള്ളിലേക്ക് ഒരു ചിന്തയായിട്ടോ ഒരു കാര്യമായിട്ടോ ഒരു സംഭവമായിട്ടോ ഒരു വ്യക്തിയായിട്ടോ കടക്കാൻ നമ്മൾ സമ്മതിക്കില്ല. ഒരു കൈ അകലത്തിൽ എല്ലാത്തിനെയും നിർത്തുക. എല്ലാ അഴുക്കും ഭഗവതിയുടെ അനുഗ്രഹം കൊണ്ട് എടുത്തു കളഞ്ഞിട്ടുണ്ട്. അങ്ങനെ തന്നെ ഇരിക്കാൻ തോന്നുന്നവരിരിക്കുക, അല്ലാത്തവർ കൈകൾ കുട്ടിത്തിരുമ്മി കണ്ണിലും നെറ്റിയിലും കൂടി വെച്ചിട്ട് കണ്ണുറക്കും.